ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 3 വരെ. മത്തായി 21 1 മുതൽ 3 വരെ. അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ച് ഒലിവ് മലയരികെ ബേത്ഫാഗയിലെത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതിയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ, കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭൗമിക ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ആഴ്ചയിലെ സംഭവ വികാസങ്ങളാണ് ഈ 21 അധ്യായത്തിൽ മത്തായി രേഖപ്പെടുത്തുന്നത്. അതിൻ്റെ ആദ്യം ഹോശാന ഞായർ നടന്ന സംഭവമാണ്. വിശുദ്ധ മർക്കോസ് അത് 2 ദിവസങ്ങളിൽ നടന്ന സംഭവം എന്നൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം യെരുശലേമിനെ ലക്ഷ്യം വെച്ചുള്ള ഒരു യാത്രയായിരുന്നു. ബേത്ലഹേമിൽ നിന്ന് യെരുശലേമിലേക്കുള്ള യാത്ര. കർത്താവിൻ്റെ യെരുശലേം പ്രവേശനം എത്ര പ്രാവശ്യമായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ യോഹന്നാൻ്റെ വിവരണത്തിലും സമവീക്ഷണ സുവിശേഷങ്ങളിലുമൊക്കെ അല്പം വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളുണ്ട്. എന്തായാലും യെരുശലേമിനെ നോക്കിയുള്ള യാത്രയായിരുന്നു കർത്താവിൻ്റെ യാത്ര. കാരണം അവിടെയാണ് മനുഷ്യവംശത്തിന് മുഴുവനും ബാധകമായ രക്ഷാസംഭവം നടക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ ആ യാത്രയുടെ അവസാന പാദത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. യഹൂദയുടെ തലസ്ഥാനമായിരുന്നു സിയോൻ എന്ന് അറിയപ്പെട്ടിരുന്ന ജെറുസലേം. അവിടെയാണ് യഹൂദരുടെ ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായും സാമ്പത്തികവുമായും ഒക്കെയുള്ള തലസ്ഥാനമായിരുന്നു. അതോടൊപ്പം മതജീവിതത്തിൻ്റെ കേന്ദ്രവുമായിരുന്നു യെരുശലേം. കുന്നുകളും മലകളും നിറഞ്ഞ വാഗ്ദാന ദേശം. അവിടെ നല്ല ഉറവകൾ ഉണ്ടായിരുന്നു. ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഒരു മലയിൽ, അതിനപ്പുറത്ത് മറ്റൊരു മല, ഒലിവ് മല. ഈ 2 മലകൾക്കിടയിലുള്ള താഴ്വാരം കിദ്രോൺ താഴ്വാരമായിരുന്നു. ഒലിവ് മല എരിഹോ വിട്ട് ഒലിവ് മലയുടെ താഴ്വരയിലാണ് യേശുവും ശിഷ്യരും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവര് തനിച്ചല്ല. പെസഹ പെരുന്നാളിൻ്റെ കാലമായിരുന്നതിനാൽ ആയിരക്കണക്കിന് തീർത്ഥാടകരും അതേ വഴിയിലൂടെ യെരുശലേമിലേക്ക് വരുന്നുണ്ട്. യെരുശലേം നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി ഉയർന്നു നിൽക്കുന്ന ഒലിവ് മലയിൽ ജലസേചന സൗകര്യം പരിമിതമായിരുന്നത് കൊണ്ട് ജനവാസം കുറവായിരുന്നു. ബേത്ഫാഗ പോലുള്ള ചില ഗ്രാമങ്ങൾ മാത്രമാണ് ആ കുന്നിൻ ചെരുവിൽ ഉണ്ടായിരുന്നത്. ഇവിടെയാണ് ഇപ്പോൾ കർത്താവും ശിഷ്യന്മാരും എത്തിച്ചേർന്നിരിക്കുന്ന ഭാഗം. ഒലിവ് മലയുടെ കിഴക്ക് സ്ഥിതി ചെയ്ത ഗ്രാമമായിരുന്നു ബേത്ഫാഗ. ബേത്ഫാഗ എന്ന വാക്കിൻ്റെ അർത്ഥം അത്തിയുടെ ഭവനം എന്നാണ്. ബഥാനിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഈന്തപ്പഴത്തിൻ്റെ ഭവനം എന്നാണ്. കർത്താവ് മിക്കവാറും യാത്ര ചെയ്തിരുന്ന സ്ഥലങ്ങളായിരുന്നു ഈ ബഥാനിയയും യെരുശലേമും ഒക്കെ. ബഥാനിയയും യെരുശലേമും തമ്മിൽ ഏകദേശം 2 മൈൽ ദൂരം അല്ലെങ്കിൽ 2 നാഴിക ദൂരം ഉണ്ടായിരുന്നു. യോഹന്നാൻ 11 അധ്യായത്തിൻ്റെ 18 നമ്മൾ കാണുന്നു, സകലത്തിൻ്റെയും സർവാധികാരിയായ കർത്താവ് കെട്ടപ്പെട്ട ഒരു കഴുതിയെയും കുട്ടിയെയും അഴിച്ചുകൊണ്ടുവരാൻ പറയുന്നതിന് ഒരു ആധികാരികത ഉണ്ട്. ആരുടെ വകയാണെന്നും അതെവിടെയാണെന്നും കർത്താവിന് അറിയില്ല. കഴുത ഒരു മാന്യ വാഹനമായി പരിഗണിക്കപ്പെട്ടിരുന്നു. അക്കാര്യങ്ങളൊന്നും മുന്നമേ പറഞ്ഞ് ക്രമീകരിക്കേണ്ടതില്ല. അത്തിയുടെ മുകളിലിരുന്ന സക്കായിയെ അറിഞ്ഞ കർത്താവ്
നമ്മെ എല്ലാവരെയും അറിയുന്ന ദൈവമാണ്, സകലത്തെയും അറിയുന്നു. അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവിന് തലചായ്ക്കാൻ സ്ഥലമില്ലാത്തവനായിരുന്നു. യെരുശലേം, വഴിയമ്പലം, ശയ്യാഗ്രഹം, പുൽക്കൂട് ഒക്കെയാണ് കർത്താവിൻ്റെ വാസസ്ഥലങ്ങളുടെ അതുമായിട്ടൊക്കെ ചേർന്ന് നിന്നിരുന്നത്. കർത്താവിൻ്റെ ജനന സമയത്ത് പോലും ലൂക്കോസ് 2-ാം അധ്യായത്തിൽ കാണുന്നു, പശുത്തൊട്ടിയിൽ ആരംഭിച്ച് ക്രൂശിൽ തൻ്റെ ജീവിതയാത്ര അവസാനിപ്പിച്ച ദൈവപുത്രൻ. ആഴിയുടെ വയറിൽ മത്സ്യത്തെയും മത്സ്യത്തിൻ്റെ വായിൽ ദ്രഹ്മയെയും കണ്ട എത്തിയ കർത്താവ്. ഇവിടെ പെൺകഴുതയും കുട്ടിയും അതിനെ കർത്താവിന് വേണ്ടി വിട്ടുതരും എന്നുള്ള ഉറപ്പോടെയാണ് ശിഷ്യന്മാരെ അയക്കുന്നത്. ഓരോ ദൈവപൈതലിനെയും പൂർണ്ണമായും കർത്താവിന് ആവശ്യമുണ്ട്. നമ്മുടെ ശരീരാത്മദേഹികൾ, സമ്പത്ത്, ഉദ്യോഗം, കൃഷി, കച്ചവടം എല്ലാം കർത്താവിന് ആവശ്യമുണ്ട്. ഇതൊരു മാത്യു ഹെൻറിയുടെ ഒരു കൊട്ടേഷനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ഓരോ ദൈവപൈതലിനെയും പൂർണ്ണമായും കർത്താവിന് ആവശ്യമുണ്ട്. നമ്മുടെ ശരീരാത്മദേഹികളും സമ്പത്തും ഉദ്യോഗവും കൃഷിയും കച്ചവടവും എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ, കഴിവ് ഒക്കെ കർത്താവിന് ആവശ്യമുണ്ട്. ക്രൂശീകരണത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷാചരിത്രത്തിൻ്റെ നിറവിലേക്ക് നമ്മുടെ ആയുസ്സിൽ ഏതെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന ഭാഗത്തെ മാറ്റിവെക്കാൻ, സമർപ്പിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഈ പെൺകഴുതയെപ്പോലും അതിനെപ്പോലെയും അതിൻ്റെ കുട്ടിയെപ്പോലെയും ഒക്കെ കർത്താവ് ഈ ലോക ജീവിതയാത്ര കഴിഞ്ഞുവെങ്കിലും ഇന്നും നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കും. ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് നമുക്ക് നമ്മുടെ ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളെ വേർതിരിക്കാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ യെരുശലേം യാത്രയെ ഞങ്ങൾ ഓർക്കുന്നു. മാനവരക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവേ, അവിടുത്തെ യാത്രയുടെ ഭാഗവാക്കുകളായ എല്ലാ കാര്യങ്ങളെയും അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നതിനായി സ്തോത്രം, ഒരുക്കപ്പെട്ടിരുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്കും ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ യാത്രയിൽ ഞങ്ങളാവോളം അതിൻ്റെ ഭാഗവാക്കുകളാകാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ അറിവും ഞങ്ങളുടെ ആയുസ്സിൻ്റെ നല്ല അംശങ്ങളും ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ഒരു ഭാഗവും ഞങ്ങളുടെ സമ്പത്തിൻ്റെ ഭാഗവും കൃഷിയുടെ ഭാഗവുമൊക്കെ അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. ആ ഒരു വലിയ ബോധ്യത്തിൽ ദൈവരാജ്യ യാത്രയിൽ പങ്കാളികളാകാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആ ഒരു കൃപ നൽകുന്നത് ഓർത്ത് സ്തോത്രം. പുതിയ പ്രഭാതം ആ ഒരു വെളിച്ചത്തോടെ ആരംഭിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നമ്മോട് നമ്മുടെ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.